കുട്ടിക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ എന്നെ തന്നെ വ്യക്തിപരമായി വിളിച്ചെത്രയോ ആളുകൾ പറഞ്ഞു വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേക മനുഷ്യർ അവരുടെ അനാഥത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ എഴുത്തുകാരനിലേക്ക് നോക്കിയത്. ഒരർത്ഥത്തിൽ 4 തലമുറകളുടെ ഹൃദയത്തിൽ ഒരേ വികാര തീവ്രതയോടുകൂടി ഹൃദയാധികാരം സ്ഥാപിച്ചൊരു എഴുത്തുകാരനാണ്. തനി ഗ്രാമീണനായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് 10 നാഴിക ദൂരെയാണ് കൂടല്ലൂർ. പുഴയോരത്തെ ഒരു ചെറിയ ഗ്രാമമാണ്. MT അവിടെ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ കൂടല്ലൂരിനെ ഒരാളും ഓർക്കുകയില്ല. പക്ഷേ ഫോക്നറുടെ യോക്കനപ്പാട്ട പോലെയും തോമസ് ഹാർഡിയുടെ എസെക്സ് പോലെയും മാർക്കേസിൻ്റെ മക്കൊണ്ട പോലെയും ലോക സാഹിത്യ ചരിത്രത്തിൽ കൂടല്ലൂർ എന്ന ഗ്രാമം കൂടല്ലൂർ എന്നല്ലാത്ത പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് പറഞ്ഞ തനി ഗ്രാമീണനായ മനുഷ്യൻ, ആധുനിക നാഗരികതയുടെ എല്ലാ വേദനകളും ഏറ്റുവാങ്ങിയ ഒരാൾ, ഒറ്റയ്ക്ക് പോരാടിപ്പോയ ഒരാൾ, ഏകാഗി എല്ലാ യുദ്ധങ്ങളിലും തോറ്റ മനുഷ്യൻ്റെ കൂടെ നിന്നു, എല്ലാ സമരങ്ങളിലും പരാജയപ്പെട്ട മനുഷ്യൻ്റെ കൂടെ നിന്നു. അഗാധമായ ഏകാഗ്രതയായിരുന്നു MT നമുക്ക് തന്നത്. ആ ഏകാന്തമായ വിഷത്തെ അമൃതാക്കി തന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. MT മരിക്കുകയില്ല. ഭാഷ മരിച്ചാലും MT ബാക്കി നിൽക്കും. കാരണം അമരന്മാരുടെ ജീവിതമാണ് MT രേഖപ്പെടുത്തിയിരിക്കുന്നത്.